ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോണ്ടൂറിങ്ങിനെ കുറിച്ചാണ്. നമ്മൾ ലാസ്റ്റ് മൊഡ്യൂളിൽ ലെവലിങ്ങിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ ലെവലിംഗ് ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോണ്ടൂറിങ് ചെയ്യാൻ പറ്റും. കോണ്ടൂറിങ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. Contour is an imaginary line on the ground surface joining the points of equal elevation. ഈക്വൽ എലിവേഷനിലുള്ള എലിവേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഹൈറ്റ്. സെയിം ഹൈറ്റിലുള്ള പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ഇമാജിനറി ലൈനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? കോണ്ടൂർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോണ്ടൂർ മാപ്പ് എന്താണെന്നുള്ളത് നോക്കാം. കോണ്ടൂർ മാപ്പ്, എ മാപ്പ് ഷോയിങ് കോണ്ടൂർ ലൈൻസ് ഈസ് നോൺ ആസ് എ കോണ്ടൂർ മാപ്പ്. A contour map gives an idea of the altitudes of the surface features as well as their relative position in a plan. Serves the purpose of both a plan and section. ഒരു കോണ്ടൂർ മാപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോണ്ടൂർ ലൈൻസ് ഒക്കെ ഉപയോഗിച്ച് വരയ്ക്കുന്ന മാപ്പിനാണ് നമ്മൾ കോണ്ടൂർ മാപ്പ് എന്ന് പറയുക. ഈ കോണ്ടൂർ മാപ്പിൽ നിന്ന് നമുക്ക് ഒരു സർഫസിൻ്റെ ഫീച്ചേഴ്സ്, ഓരോ പോയിൻറ്റ്സിൻ്റെ പൊസിഷൻ, അതുപോലെ തന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു കോണ്ടൂർ മാപ്പിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ കോണ്ടൂർ ലൈൻ, എ കോണ്ടൂർ ലൈൻ ഈസ് ആൻ ഇമാജിനറി ഔട്ട്ലൈൻ ഓഫ് ദ ടെറൈൻ ഒബ്റ്റൈൻഡ് ബൈ ജോയിനിങ് ഇറ്റ്സ് പൊസിഷൻ ഓഫ് ഇറ്റ്സ് പോയിൻറ്റ്സ് ഓഫ് ഈക്വൽ എലിവേഷൻ. ഈക്വൽ എലിവേഷനിലുള്ള, അതായത് സെയിം ഹൈറ്റിലുള്ള പോയിൻറ്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ഇമാജിനറി ലൈനിനെയാണ് നമ്മൾ കോണ്ടൂർ ലൈൻ എന്ന് പറയുന്നത്. ഇമാജിനറി ലൈൻ, സെയിം ഒരു സർഫസിനകത്തുള്ള സെയിം എലിവേഷനിലുള്ള പോയിൻറ്റ്സിനെ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനിനെയാണ് കോണ്ടൂർ ലൈൻ എന്ന് പറയാം. ഈ കോണ്ടൂർ ലൈൻ ഉപയോഗിച്ചുകൊണ്ടുള്ള മാപ്പിനെയാണ് നമ്മൾ കോണ്ടൂർ മാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കോണ്ടൂർ ഇൻ്റർവൽ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ വേർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി ടു കോൺസിക്യൂട്ടീവ് കോണ്ടൂർസ്. രണ്ട് കോൺസിക്യൂട്ടീവ് കോണ്ടൂർ ലൈൻസ് തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് കോണ്ടൂർ ഇൻ്റർവൽ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് കോൺസിക്യൂട്ടീവ് കോണ്ടൂർ ലൈൻസ് തമ്മിലുള്ള വേർട്ടിക്കൽ ഡിസ്റ്റൻസിനെ നമ്മൾ കോണ്ടൂർ ഇൻ്റർവൽ എന്ന് പറയും. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇഫ് എ മാപ്പ് ഇൻക്ലൂഡ് കോണ്ടൂർ ലൈൻസ് ഓഫ് 101 മീറ്റർ, 100 മീറ്റർ, 99 മീറ്റർ, 98 മീറ്റർ ആൻഡ് സോ ഓൺ. ഇവിടെ കോണ്ടൂർ ഇൻ്റർവൽ എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. അതായത് രണ്ട് കോൺസിക്യൂട്ടീവ് കോണ്ടൂർസ് എടുക്കുമ്പോൾ, ഓക്കെ, രണ്ട് കോൺസിക്യൂട്ടീവ് കോണ്ടൂർസ്, അപ്പോൾ ഒന്ന് എന്ന് പറയുന്നത് 101 മീറ്ററും 100 മീറ്ററും, അതിൻ്റെ വെർട്ടിക്കൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 1 മീറ്റർ. അതുപോലെ നെക്സ്റ്റ് കോൺസിക്യൂട്ടീവ് കോണ്ടൂർസ് എടുക്കുമ്പോൾ 100 മീറ്റർ, 99 മീറ്റർ, അതിൻ്റെ വെർട്ടിക്കൽ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 1 മീറ്റർ. ദെൻ അടുത്ത കോൺസിക്യൂട്ടീവ് എടുക്കുമ്പോൾ 99 മീറ്റർ ആൻഡ് 98 മീറ്റർ, അവിടെയും ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 1 മീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ കോണ്ടൂർ ഇൻ്റർവൽ എന്ന് പറയുന്നത് 1 മീറ്റർ. ഈ കോണ്ടൂർ ഇൻ്റർവൽ എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ ഗ്രൗണ്ട്. അതായത് ഇതൊരു ഫ്ലാറ്റ് ആണോ, അല്ലെങ്കിൽ ഒരു സ്ലോപ്പായിട്ടുള്ള ഒരു ഏരിയ ആണോ, സ്റ്റീപ്പ് സ്ലോപ്പായിട്ടുള്ള ഒരു ഏരിയ ആണോ, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ സർവേ ചെയ്യുന്നത്, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും ഈ ഒരു കോണ്ടൂർ ഇൻ്റർവൽ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ കേസിലാണെന്നുണ്ടെങ്കിൽ 1 മീറ്റർ ആണ് ഇൻ്റർവൽ ആയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഹൊറിസോണ്ടൽ ഇക്വലൻറ്റ്. അപ്പോൾ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്? കോണ്ടൂർ ഇൻ്റർവൽ അല്ലേ. കോണ്ടൂർ ഇൻ്റർവൽ എന്ന് പറയുന്നത് രണ്ട് കോൺസിക്യൂട്ടീവ് കോണ്ടൂർസ് തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിന് കോണ്ടൂർ ഇൻ്റർവൽ എന്ന് പറയും. ഹൊറിസോണ്ടൽ ഇക്വലൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് കോണ്ടൂർ ലൈൻസ്. രണ്ട് കോൺസിക്യൂട്ടീവ് കോണ്ടൂർ ലൈൻസ് തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെ നമ്മൾ പറയുന്ന പേരാണ് ഹൊറിസോണ്ടൽ ഇക്വലൻ്റ്. രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. രണ്ട് കോൺസിക്യൂട്ടീവ് കോണ്ടൂർസ് തമ്മിലുള്ള വേർട്ടിക്കൽ ഡിസ്റ്റൻസിനെ കോണ്ടൂർ ഇൻ്റർവൽ എന്നും രണ്ട് കോൺസിക്യൂട്ടീവ് കോണ്ടൂർസ് തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെ ഹൊറിസോണ്ടൽ ഇക്വലൻ്റ് എന്നും പറയും. ഓക്കെ, നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോണ്ടൂർ. ഈ കോണ്ടൂറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, ഓൾ പോയിൻറ്റ്സ് ഇൻ എ കോണ്ടൂർ ലൈൻ ഹാവ് ദ സെയിം എലിവേഷൻ അല്ലേ. അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. കാരണം എന്താണ്? ഇമാജിനറി ലൈൻ ദാറ്റ് കണക്റ്റിംഗ് ദ പോയിൻറ്റ്സ് ഓഫ് സെയിം എലിവേഷൻ. സെയിം എലിവേഷനിലുള്ള പോയിൻറ്റ്സിനെ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനിനെയാണ് നമ്മൾ കോണ്ടൂർ ലൈൻ എന്ന് പറയുക അല്ലേ. സോ സ്വാഭാവികമായിട്ടും ഒരു കോണ്ടൂർ ലൈനിലുള്ള എല്ലാ പോയിൻറ്റ്സും എന്തായിരിക്കും? സെയിം എലിവേഷനിലുള്ള പോയിൻറ്റ്സ് ആയിരിക്കും. Second one, flat ground is indicated where the contours are widely separated and steep slopes where they run close together. കോണ്ടൂർ ലൈൻസ് വളരെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ സ്റ്റീപ്പ് സ്ലോപ്പാണ് എന്നുള്ളതാണ്.
അടുത്തടുത്ത് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഫിഗറിൽ നോക്കാം, അപ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും. അതുപോലെ തന്നെ സെപ്പറേറ്റ് ചെയ്ത് വൈഡ്ലി സെപ്പറേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഫ്ലാറ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കണം. എ യൂണിഫോം സ്ലോപ്പ് ഇൻഡിക്കേറ്റ്സ് വെൻ ദ കോണ്ടൂർ ലൈൻസ് ആർ യൂണിഫോംലി സ്പേസ്ഡ്. Then a plane surface when they are straight, parallel and equally spaced. Equally spaced ആണ്, സ്ട്രെയിറ്റ് ആണ്, പാരലൽ ലൈൻസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കും, അവിടെ ഒരു പ്ലെയിൻ സർഫസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് കേസ് പറഞ്ഞു അല്ലേ, all points in a contour line have same elevation. ഒരു കോണ്ടൂർ ലൈനിലുള്ള എല്ലാ പോയിൻറ്റ്സിനും സെയിം എലിവേഷൻ ആയിരിക്കും. സെക്കൻഡ് വൺ, flat ground is indicated where the contours are widely separated and steep slopes where they run close together. ഓക്കെ, സ്ലോപ്പ് ആകുമ്പോൾ എന്താണ്, ഇപ്പോൾ സ്ലോപ്പ് ആകുമ്പോൾ നമുക്കറിയാം സ്റ്റീപ്പ് സ്ലോപ്പുള്ള ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഓരോ പോയിന്റിൽ ലെവൽ മാറിയിട്ടില്ലേ, സെയിം എലിവേഷനിലല്ലല്ലോ കിടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്തടുത്തടുത്ത് എന്ത് വരും, കോണ്ടൂർ ലൈൻസ് വരും. യൂണിഫോം സ്ലോപ്പാണ് ഈ തേർഡ് വൺ കാണിച്ചിട്ടുള്ളത്. ദെൻ പ്ലെയിൻ സർഫസ്. പ്ലെയിൻ സർഫസ് ആകുമ്പോൾ എങ്ങനെയാണ്, ദേ ആർ സ്ട്രെയിറ്റ്, പാരലൽ ആൻഡ് ഈക്വലി സ്പേസ്ഡ്. സ്ട്രെയിറ്റ്, പാരലൽ ആൻഡ് ഈക്വലി സ്പേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, അതായത് ഈ താഴെ കൊടുത്തിട്ടുള്ളത് അതേ രീതിയിലാണ് നമ്മുടെ കോണ്ടൂർ ലൈൻസ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അതൊരു പ്ലെയിൻ സർഫസ് ആണ് എന്നുള്ളത്. നെക്സ്റ്റ്, എ സീരീസ് ഓഫ് ക്ലോസ്ഡ് കോണ്ടൂർ ലൈൻസ് ഓൺ ദ മാപ്പ് റെപ്രസെൻറ്റ് എ ഹിൽ ഇഫ് ദ ഹയർ വാല്യൂസ് ആർ ഇൻസൈഡ്. ഈ ബോട്ടം നോക്കുക, ഇത് ഈ ഫിഗറിലെ ബോട്ടം നോക്കുക, അതായത് ഒരു സർക്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ സർക്കിളിൻ്റെ ഏറ്റവും ഉള്ളിൽ കൊടുത്തിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 80 ആണ്. ദെൻ അതിൻ്റെ ഔട്ടറിൽ കൊടുത്തിട്ടുള്ളത് 70, 75, ദെൻ 70, 65, 60 അങ്ങനെയാണ്. അതായത് ഏറ്റവും ഹയർ വാല്യൂ അകത്ത് വന്നിട്ട് പുറത്തുള്ള ഓരോ സർക്കിളും എങ്ങനെയാണ് വരുന്നത്, വാല്യൂ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഹൈറ്റ് കൂടുതൽ എവിടെയാണ്, സെൻറ്ററിലാണ്. അപ്പോൾ ഈ മേളത്തെ ഫിഗർ പോലെയായി അല്ലേ, സെൻറ്ററിൽ ഹൈറ്റ് കൂടിയിട്ട് ഔട്ടർ സൈഡിലേക്ക് വരുന്തോറും അതെന്താണ്, ഹൈറ്റ് കുറഞ്ഞു വരികയാണ്. അങ്ങനെയുള്ള കേസ് എന്താ വരിക, ഒരു ഹില്ലല്ലേ, ഒരു ഹില്ലിലല്ലേ എങ്ങനെ ഉണ്ടാവുക, സെൻറ്ററിൽ ഹൈറ്റ് കൂടിയിട്ട് ഔട്ട് സൈഡിലേക്കൊക്കെ ഹൈറ്റ് കുറഞ്ഞു പോകുന്നത്. അപ്പോൾ എ സീരീസ് ഓഫ് ക്ലോസ്ഡ് കോണ്ടൂർ ലൈൻസ് ഓൺ എ മാപ്പ് റെപ്രസെൻറ്റ് എ ഹിൽ ഇഫ് ദ ഹയർ വാല്യൂസ് ആർ ഇൻസൈഡിൽ ഹയർ വാല്യൂസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം, അതൊരു ഹില്ലാണ്, അല്ലെങ്കിൽ ആ ഹില്ലിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, എ സീരീസ് ഓഫ് ക്ലോസ്ഡ് കോണ്ടൂർ ലൈൻസ് ഓൺ ദ മാപ്പ് ഇൻഡിക്കേറ്റ് ഡിപ്രഷൻ ഇഫ് ദ ഹയർ വാല്യൂസ് ആർ ഔട്ട്സൈഡ്. നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ല, നേരെ ഓപ്പോസിറ്റ്. അതായത് എങ്ങനെയാണ്, ഔട്ട് സൈഡിലേക്കാണ് ഹയർ വാല്യൂസ്, അകത്ത് വാല്യൂ ലോവർ വാല്യൂം, പുറത്തേക്ക് ഇങ്ങനെ അടുത്ത സർക്കിൾ വരുമ്പോഴത്തേക്കും 65 ആയി, 70, 75, 80 എന്നൊക്കെ ആയി. എന്നുവെച്ചാൽ സെൻറ്ററിലെ വാല്യൂ എന്ന് പറയുന്നത് ചെറിയ വാല്യൂ ലോവർ വാല്യൂം, പുറത്ത് ഏറ്റവും ഔട്ടറിൽ എത്തുമ്പോഴത്തേക്കും അത് അങ്ങനെ വാല്യൂ കൂടി പോവുക. അത് ഏത് കേസായിരിക്കും, ഹില്ലിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ ഒരു ഡിപ്രഷൻ ആയിരിക്കും. ദെൻ കോണ്ടൂർ ലൈൻസ് ക്രോസ് റിഡ്ജ് ഓർ വാലി at right angle. If the higher values are inside the bend or loop, if in the contour, it indicates a ridge. ഇവിടെ നോക്കാം, ഹയർ വാല്യൂസ് ആണ്, ആ ലൂപ്പിനകത്ത് ഹയർ വാല്യൂസ് ആണ്. അപ്പോൾ ഇതെന്താണ്, ഇതൊരു റിഡ്ജാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചായിരിക്കും, ലോവർ വാല്യൂ, ആ ലൂപ്പിനകത്ത് ലോവർ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ എന്തായത്, അതൊരു വാലി ആയി. മാറിപ്പോവരുത്, ഹയർ വാല്യൂ വരുമ്പോൾ അത് റിഡ്ജും, ലോവർ വാല്യൂ വരുമ്പോൾ അത് വാല്യൂമാണ്. ഇനി വരുന്നത് പറയുന്നത് കോണ്ടൂർ ലൈൻ cannot merge or cross one another. അതായത് ഒരിക്കലും ഒരു കോണ്ടൂർ ലൈനിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നൊന്നിനെ ക്രോസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നൊന്നിൻ്റെ മുകളിൽ ക്രോസ് ചെയ്യാനോ മെർജ് ചെയ്യാനോ സാധിക്കില്ല. പക്ഷേ ഓൺലി ഇൻ ദ കേസ് ഓഫ് അതായത് ഓവർ ഹാങ്ങിങ് ക്ലിഫ് എന്ന് പറയും. ഓവർ ഹാങ്ങിങ് ക്ലിഫ് വരുന്നിടത്ത് മാത്രം എന്ത് ചെയ്യും, ഇത് ക്രോസ് ചെയ്യും. ഓക്കെ, അപ്പോൾ സാധാരണ കണ്ടീഷനിൽ എന്ത് ചെയ്യില്ല, കോണ്ടൂർ ലൈൻസ് cannot merge or cross one another on a map except in the case of overhanging cliff. ഓവർഹാങ്ങിങ് ക്ലിഫിൻ്റെ കേസിൽ മാത്രം എന്ത് ചെയ്യും, അത് ക്രോസ് ചെയ്യാൻ. പലാത്ത കേസിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, എ കോണ്ടൂർ ലൈൻ cannot merge or cross one another. ഓക്കെ, ഇനി വരുന്നത് depression between summit is called a saddle. It is represented by 4 sets of contours as shown. It represents a dip in a ridge or the junction of 2 ridges. And in the case of a mountain range, it takes the form of pass. അതായത് ഇവിടെ നോക്കുക, 2 റിഡ്ജ് വന്നിട്ടുണ്ടല്ലോ അല്ലേ, അപ്പോൾ അതാണ് ഈ സാഡിൽ എന്ന് പറയുന്നത്. ഓക്കെ, എ ലൈൻ പാസിംഗ് ത്രൂ ദ സാഡിൽ ആൻഡ് സബ്മിറ്റ് gives
വാട്ടർഷെഡ്. ഈ ഫിഗറിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ എന്താ വന്നിട്ടുള്ളത് എന്നുള്ളത്. നമ്മൾ നേരത്തെ റിഡ്ജ് വാലീൻ്റെ കേസ് വന്നു അല്ലേ? അപ്പോൾ ഈ റിഡ്ജും വാലീൻ്റെയും കേസ് നമ്മുടെ സാഡിൽ എന്ന് പറയുന്നത്. ദെൻ പർപ്പസ് ഓഫ് കോണ്ടൂറിങ് ഓർ കോണ്ടൂർ മാപ്പ്. കോണ്ടൂർ മാപ്പിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളതാണ്. ഓക്കെ, അതായത് കോണ്ടൂർ സർവേ ഈസ് ക്യാരിഡ് ഔട്ട് അറ്റ് ദ സ്റ്റാർട്ടിങ് ഓഫ് എനി എൻജിനീയറിംഗ് പ്രോജക്ട്സ് സച്ച് ആസ് റോഡ്സ്, കനാൽസ്, റെയിൽവേസ്, ഡാം, ബിൽഡിങ്സ്, ബ്രിഡ്ജസ്. അങ്ങനെ എന്തൊരു എൻജിനീയറിംഗ് പ്രോജക്റ്റിൻ്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യും? ഒരു കോണ്ടൂർ സർവേ അല്ലെങ്കിൽ കോണ്ടൂറിങ് ചെയ്തിട്ടുണ്ടാവും. കാരണം കോണ്ടൂറിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സർഫസിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു ഏരിയനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ നമുക്ക് കിട്ടും അല്ലേ? അവിടുത്തെ ഹൈറ്റ് ലെവൽ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കോണ്ടൂറിങ് നമ്മൾ ചെയ്യുന്നത്. എല്ലാ എൻജിനീയറിംഗ് പ്രോജക്റ്റിൻ്റെ മുന്നേ തുടക്കത്തിൽ സ്റ്റാർട്ടിങ്ങിൽ എന്ത് ചെയ്യും? ഈ ഒരു കോണ്ടൂറിങ് ചെയ്യും. കോണ്ടൂർ മാപ്സ് ആർ പ്രിപ്പയർഡ് ഇൻ ഓർഡർ ടു സെലക്ട് ദ മോസ്റ്റ് എക്കണോമിക്കൽ ഓർ സ്യൂട്ടബിൾ സൈറ്റ്. അതായത് മോസ്റ്റ് സ്യൂട്ടബിൾ സൈറ്റ്, എക്കണോമിക്കലായിട്ടുള്ള അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സൈറ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് എന്ത്? കോണ്ടൂറിങ്. അതായത് ഇപ്പം ഒരു ബ്രിഡ്ജ് അല്ലെങ്കിൽ ഒരു റോഡ്, സിമ്പിളായിട്ടൊരു റോഡ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ നോക്കുന്ന അവിടെ ഒരുപാട് ഡിപ്രഷൻസ് ഉള്ള ഒരു ഏരിയ നമ്മൾ സെലക്ട് ചെയ്ത് നമുക്ക് എക്കണോമിക്കലാവില്ല. കാരണം ഒരുപാട് ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു സർഫസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? കോണ്ടൂർ സർവേ അല്ലെങ്കിൽ കോണ്ടൂറിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഈ വഴി ഈ റൂട്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ ആണോ എക്കണോമിക്കലാവുക, അല്ലെങ്കിൽ മറ്റൊരു വഴി നോക്കണം എന്നുള്ളതൊക്കെ നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, then second one, it helps to locate the alignment of a canal so that it should follow a ridge line. അല്ലേ? കനാലൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു കനാലിൽ നിന്നൊക്കെ എങ്ങനെയാണ് വെള്ളം എങ്ങനെയാണ് ഒഴുകേണ്ടത്, ആ ഒരു കറക്റ്റ് സ്ലോപ്പ് കാര്യങ്ങൾ വേണം അല്ലേ? അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കനാൽ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കനാലിൻ്റെ അലൈൻമെൻറ്റ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമുക്ക് ഈ കോണ്ടൂർ മാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. It helps to mark the alignment of roads and railways so that the quantity of earthwork both in cutting and filling should be minimum. Depression, hill, steep or small slopes. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ റോഡിൻ്റെ പറഞ്ഞു അല്ലേ? ഇപ്പോൾ ഒരു റോഡ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു ഹില്ലിലേക്കൊക്കെ അല്ലെങ്കിൽ ഒരു ഏരിയയിൽ കൂടെ നമ്മൾ പോവുകയാണെങ്കിൽ ചില പോർഷൻസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് മണ്ണ് നമുക്ക് കട്ട് ചെയ്യേണ്ടതായിട്ട് ചില സ്ഥലത്ത് നമുക്ക് ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ കട്ട് ചെയ്യുന്ന ഈ ഒരു എമൗണ്ട് ഓഫ് എർത്തന്നെ നമുക്ക് ഈ ഫില്ല് ചെയ്യാനും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏകദേശം ബാലൻസ് ചെയ്ത് പോവുകയും ചെയ്യും. എന്ത് ചെയ്യും? എക്കണോമിക്കലാവുകയും ചെയ്യും. അപ്പോൾ എത്രത്തോളം എർത്ത് അവിടുന്ന് കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം എർത്ത് നമുക്ക് ആ ഒരു ഏരിയയിൽ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ എന്ത് ഉപയോഗപ്പെടുത്താം? നമ്മുടെ കോണ്ടൂർ മാപ്പ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. Then it helps for getting information about the ground, whether it is flat, undulating or mountainous. ഇപ്പോൾ നേരത്തെ പറഞ്ഞു കോണ്ടൂർ ലൈൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അവിടെ സ്റ്റീപ്പ് സ്ലോപ്പാണോ, ഫ്ലാറ്റ് ആണോ, അല്ലെങ്കിൽ എന്താണ് യൂണിഫോം സ്ലോപ്പാണോ എന്നുള്ളതൊക്കെ നമുക്ക് അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? അപ്പോൾ ആ ഇൻഫർമേഷൻസ് ഒക്കെ നമുക്കൊരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കിട്ടും. It helps to find out the capacity of a reservoir and volume of earthwork, especially in a mountainous region. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു റിസർവോയർ ഉണ്ടാക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ റിസർവോയറിൻ്റെ കപ്പാസിറ്റി നമുക്ക് ഈ ഒരു കോണ്ടൂർ ലൈനും അവിടുത്തെ കോണ്ടൂർ ഇൻ്റർവെല്ലും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ അതിൻ്റെ വോളിയം കപ്പാസിറ്റി നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇറ്റ് ഹെൽപ്സ് ടു ട്രേസ് ഔട്ട് ദ ഗിവൻ ഗ്രേഡ് ഓഫ് എ പെർട്ടിക്കുലർ റൂട്ട്. ഒരു ഈസി റൂട്ടൊക്കെ നമ്മൾ ഏത് വഴി ആണ് ഈസി റൂട്ട് അല്ലെങ്കിൽ പുതിയ റോഡ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ് ഷോർട്ടായിട്ട് നമുക്ക് എത്താൻ പറ്റുന്നതെന്നൊക്കെ നമുക്ക് കോണ്ടൂർ മാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് ടു ലൊക്കേറ്റ് ദ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ദ ഗ്രൗണ്ടിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക്, അതായത് ഇപ്പോൾ ഹില്ലാണോ, പോണ്ടാണോ, ഡിപ്രഷൻസ് ഉണ്ടോ, അവിടെ വാല്യൂ ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ദെൻ യൂസസ് ഓഫ് കോണ്ടൂർ മാപ്പ്. ഈ പർപ്പസ് തന്നെയാണ് യൂസസ് ആയിട്ടും വരിക അല്ലേ? എ കോണ്ടൂർ മാപ്പ് ഫർണിഷ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ ഫീച്ചേഴ്സ് ഓഫ് ദ ഗ്രൗണ്ട്, വെദർ ഇറ്റ് ഈസ് ഫ്ലാറ്റ്, അണ്ടുലേറ്റിംഗ് ഓർ മൗണ്ടൈനസ് ആൻഡ് ഫ്രം എ കോണ്ടൂർ മാപ്പ് സെക്ഷൻ മേ ബി ഈസിലി ഡ്രോൺ ഇൻ എനി ഡയറക്ഷൻ അല്ലേ? നമുക്ക് അതിൻ്റെ സെക്ഷൻ വരയ്ക്കാൻ ഈസിയാണ്. ദെൻ അതായത് നമുക്ക് ഈ കോണ്ടൂർ മാപ്പ് കൊണ്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ അതേ യൂസസ് ഒക്കെ തന്നെയാണുള്ളത്. ഒരു എൻജിനീയറിംഗ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഏതൊക്കെയാണ് എക്കണോമിക്കലാവുന്നത്, ഏത് സൈറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം,
റോഡ്, അതുപോലെ തന്നെ റെയിൽവേസ്, കനാൽസ്, പൈപ്പ് ലൈൻസ് ഇതൊക്കെ കൊടുക്കുമ്പോൾ ഏറ്റവും ഷോർട്ടായിട്ട് ഈസി ആയിട്ട് ഇതിലേ നമുക്ക് കൊടുക്കാം എന്നുള്ളതൊക്കെ നമുക്ക് കോണ്ടൂർ മാപ്പിൽ നിന്ന് കിട്ടും. ഓക്കെ, ദെൻ അതുപോലെ തന്നെ പറഞ്ഞു റിസർവോയറിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റി എത്രയാണെന്നുള്ളതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ എന്താണ് കുറച്ചും കൂടെ ഈസിയാണ്. ഓക്കെ, അത് മെയിനായിട്ട് കോണ്ടൂർ മാപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വാണ്ടിറ്റി, എർത്ത് വർക്കിൻ്റെ ക്വാണ്ടിറ്റി നേരത്തെ പറഞ്ഞ എർത്ത് വർക്കിൻ്റെ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ ഒരു വർക്ക് നടക്കുമ്പോൾ എത്രത്തോളം എർത്ത് അവിടെ ഫില്ല് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ എത്രത്തോളം എർത്ത് അവിടെ നിന്ന് മാറ്റേണ്ടി വരും, കുഴിച്ചെടുത്ത് മാറ്റേണ്ടി വരും എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കോണ്ടൂർ മാപ്പ് നമുക്ക് ഉപയോഗിക്കാം. നെക്സ്റ്റ് മെത്തേഡ് ഓഫ് കോണ്ടൂറിങ്. 2 മെത്തേഡാണുള്ളത്, ഒന്ന് ഡയറക്റ്റ് മെത്തേഡും ഒന്ന് ഇൻഡയറക്റ്റ് മെത്തേഡും. ഡയറക്റ്റ് മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സ്ലോ മെത്തേഡാണ്, പക്ഷേ the method is slow, tedious and it is applicable for small areas and where great accuracy is required. ചെറിയ ഏരിയാസിനാണ് നമുക്ക് ഉപയോഗിക്കുക. ടെഡിയസ് ആണ്, അതായത് ടൈം എടുക്കും, ഒത്തിരി ടൈം കൺസ്യൂം ചെയ്യുന്നതാണ്, പക്ഷേ ഗ്രേറ്റ് ആക്യുറസി, നല്ല ആക്യുറസി ഉണ്ട്. അതായത് ഗ്രേറ്റ് ആക്യുറസി വേണ്ട കേസിലൊക്കെ നമ്മൾ ഈ ഒരു ഡയറക്റ്റ് മെത്തേഡ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നമുക്ക് ഈസി ആവുക. ഓക്കെ, ഇതിലെങ്ങനെ ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ each contour is located by determining the positions of series of points through which the contour passes. അതായത് കോണ്ടൂർ പാസ് ചെയ്യുന്ന ഓരോ പോയിൻറ്റ്സിൻ്റെയും എന്ത് ചെയ്യും, നമ്മൾ പിന്നെ കണ്ടെത്തും, അവിടുത്തെ പോയിൻ്റ് കണ്ടെത്തിയിട്ട് അതുവഴി എന്ത് ചെയ്യാണ്, കോണ്ടൂർ ലൈൻ വരയ്ക്കുകയാണ്. അപ്പോൾ കുറച്ച് ടൈം എടുക്കും, ഓരോ പോയിൻറ്റ്സും നമ്മൾ കണ്ടെത്തി വരയ്ക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും, നമുക്ക് പ്രാക്ടിക്കലി നമുക്ക് ചെയ്യാം. ദെൻ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് സം സ്യൂട്ടബിൾ ഗൈഡ് പോയിൻറ്റ്സ് ആർ സെലക്റ്റഡ് ആൻഡ് സർവേഡ്. അതായത് ഫസ്റ്റ് മെത്തേഡ് പറഞ്ഞു നല്ല ടൈം എടുക്കുന്ന മെത്തേഡാണ്, പക്ഷേ ആക്യുറേറ്റ് ആണ്. അപ്പോൾ അവിടെ ടൈം എടുക്കാനുള്ള കാരണം നമ്മൾ ഓരോ കോണ്ടൂറിൻ്റെയും എന്ത് ചെയ്യുന്നുണ്ട്, പോയിൻറ്റ്സും വെച്ചിട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ കേസിൽ ദ ഗൈഡ് പോയിൻറ്റ്സ് ഷുഡ് നോട്ട് നെസസറിലി ബി ഓൺ ദ കോണ്ടൂർസ് ബട്ട് സെർവ്സ് ആസ് എ ബേസിസ് ഓഫ് ഇൻ്റർപൊളേഷൻ ഓഫ് കോണ്ടൂർസ്. ഇതിൽ നമ്മൾ പോയിൻറ്റ്സിൻ്റെ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ഇൻ്റർപൊളേഷൻ ചെയ്യും, എന്നിട്ടാണ് നമ്മൾ ലൈൻ വരയ്ക്കുക, കോണ്ടൂർ ലൈൻ വരച്ച് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ദിസ് മെത്തേഡ് ഓഫ് കോണ്ടൂറിങ് ഈസ് ഓൾസോ നോൺ ആസ് കോണ്ടൂറിങ് ബൈ സ്പോട്ട് ലെവൽസ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക, 2 മെത്തേഡാണുള്ളത്, ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡും. ഡയറക്റ്റ് മെത്തേഡ് പറയുന്നത് മോർ ആക്യുറസി ഉള്ളതാണ്, പക്ഷേ ടെഡിയസ് ആണ് എല്ലാ പോയിൻറ്റ്സിൻ്റെയും. അതായത് ഡിറ്റർമൈനിങ് ദ പൊസിഷൻസ് ഓഫ് സീരീസ് ഓഫ് പോയിൻറ്റ്സ് ത്രൂ വിച്ച് ദ കോണ്ടൂർ ലൈൻ പാസസ്. പക്ഷേ സെക്കൻഡ് കേസിലാണെങ്കിൽ അങ്ങനെ ഇല്ല, പോയിൻറ്റ്സിൻ്റെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇൻ്റർപോളേറ്റ് ചെയ്തിട്ട് വരയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതാണ് കോണ്ടൂർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊന്ന് കോണ്ടൂർ ലൈൻ എന്താണെന്ന് പഠിച്ചു, ഹൊറിസോണ്ടൽ ഇക്വലൻറ്റ്, കോണ്ടൂർ ഇൻ്റർവൽ എന്താ പഠിച്ചു, അതിൻ്റെ ക്യാരക്ടറൈസ്റ്റിക്സ്, അതുപോലെ തന്നെ കോണ്ടൂർ മാപ്പിൻ്റെ പർപ്പസസ് അല്ലെങ്കിൽ യൂസസ് ഓഫ് കോണ്ടൂർ മാപ്പ്. ഇതാണ് ഈ ഒരു പോസ്റ്റിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ.